ദുരിതങ്ങളുടെ തിരമാലയിൽ നിന്നും രക്ഷ നേടുന്ന കുറച്ച് നക്ഷത്രജാതകർ 2024 വിഷുവും വ്യാഴമാറ്റവും ഈ നക്ഷത്രജാതകരെ കൊണ്ടെത്തിക്കുന്നത് വിജയത്തിൻ്റെ കൊടുമുടിയിലാണ്. ഗുരുത്വവും ഗുരുകടാക്ഷവും ജീവിത വിജയം ഉറപ്പാക്കുന്നു. ഗുരുത്വമില്ലെങ്കിൽ നാം എന്ത് നേടിയാലും അത് അനുഭവസിദ്ധമാകുകയില്ല. ഭാരതീയ വിശ്വാസത്തിൽ ആഴത്തിൽ വേരോടിയ ആ ഗുരുസങ്കല്പത്തിൻ്റെ ജ്യോതിഷ സാന്നിധ്യമാണ് ബൃഹസ്പതി അഥവാ വ്യാഴം. അജ്ഞാനത്തെ അകറ്റുന്ന ജ്ഞാനപ്രകാശമാണ് ഗുരു. അവിവേകത്തെ നശിപ്പിക്കുന്ന വിവേകമാണ് ഗുരു. പ്രാരാബ്ധത്തിൻ്റെ വേനലിൽ കഷ്ടപ്പെടുമ്പോൾ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന കാരുണ്യമാണ് ഗുരു. ജ്യോതിഷത്തിൽ ഗുരു അരുളി ചെയ്യുന്ന അഭയം വളരെ വലുതാണ്. ജ്യോതിഷത്തിൽ ഗുരു എന്ന് പറഞ്ഞാൽ വ്യാഴമാണ്. ഒരാളുടെ ജാതകത്തിൽ ബലവാനായി ഗുരു നിൽക്കുകയാണ് എങ്കിൽ മറ്റു ഗ്രഹങ്ങൾ പ്രതികൂലമായാലും ഭയക്കാറില്ല. അതേസമയം വ്യാഴം ദുസ്ഥാനത്താണെങ്കിൽ മനുഷ്യൻ്റെ സ്വപ്നങ്ങൾ തകിടം മറിയുകയും ദുരിതങ്ങളുടെ തിരമാലകൾ ആഞ്ഞടിക്കുകയും ജീവിതത്തെ വലിയ പ്രതിസന്ധിയിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യും. ബുദ്ധിവികാസം, പാണ്ഡിത്യം, ചിന്താശക്തി, അന്തസ്സ്, ആഭിജാത്യം, സാമ്പത്തിക സുസ്ഥിരത, കുടുംബഭദ്രത, സന്താനഭാഗ്യം തുടങ്ങി പല ഗുണങ്ങളും വ്യാഴം പ്രദാനം ചെയ്യുന്നു. അതുപോലെ വിഷുഫലവും. ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് വിഷുഫലവും വ്യാഴമാറ്റവും ഈ നക്ഷത്രജാതകർക്ക് ഏറ്റവും അനുകൂലമാകുന്നു. 5 നക്ഷത്രജാതകരുടെ വിഷുഫലവും വ്യാഴമാറ്റവും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുകയാണ്. ഇവരുടെ സാമ്പത്തിക നില ഭദ്രമാകും. ഇവരുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കും. ഒരുപാട് നേട്ടത്തിലേക്ക് പോകും. ഇവർ സ്വന്തമാക്കാത്തതായി ഒന്നുമില്ല. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത്. അവരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. ഇവർ ചെയ്യേണ്ട വഴിപാടുകൾ, ഇവർ പോകേണ്ട ക്ഷേത്രങ്ങൾ, ഇവർക്ക് ഇനി സംഭവിക്കുന്ന മാറ്റങ്ങൾ ഒക്കെ നമുക്ക് വ്യക്തമായി അറിയാം. 2024 വ്യാഴമാറ്റവും വിഷുഫലവും ഇവർക്ക് ഏറെ അനുകൂലമാണ്. ആ നക്ഷത്രജാതകർ മറ്റാരുമല്ല, പുണർതം, പൂയം, ആയില്യം, മകം, പൂരം. ഈ നക്ഷത്രജാതകരുടെ ഈ 5 നക്ഷത്രജാതകരുടെ ഫലം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കറിയാം. ഇവർക്ക് സംഭവിക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം. ഇവർക്കിനി ഒരുപാട് നേട്ടമാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവരുടെ ജീവിതം ആകെ മാറും. എല്ലാ രീതിയിലും സാമ്പത്തിക നേട്ടം ഈ നക്ഷത്രജാതകർക്കുണ്ടാകും. കൊതിച്ചതൊക്കെ ഈ നക്ഷത്രജാതകർ നേടിയെടുക്കുക തന്നെ ചെയ്യും. അത്രയേറെ നല്ല സമയത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തിയിരിക്കുന്നത്. ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. ഇവർ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും, ഉറപ്പാണ്. വിഷ്ണു സഹസ്രനാമം, നാരായണീയം, ഭാഗവതം എന്നിവ നിത്യവും പാരായണം ചെയ്യുന്നതും കേൾക്കുന്നതും ഈ നക്ഷത്രജാതകർക്ക് ഒരുപാട് ഗുണം ചെയ്യും. നിങ്ങൾ യൂട്യൂബിൽ ഇതൊന്ന് കേട്ടാൽ മതി. നിങ്ങളുടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും. നിങ്ങളുടെ ജീവിതം മാറിമറിയും. സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. മഞ്ഞ വസ്ത്രമാണ് വ്യാഴത്തിന് ഏറ്റവും അനുയോജ്യം. മഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിക്കുക. മഞ്ഞ തുണിയൊക്കെ പേഴ്സിൽ വയ്ക്കുന്നത് ധാരാളം ധനമൊക്കെ വന്നു ചേരുവാൻ കാരണമാകും. കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. ഇന്നലെയും നിങ്ങൾ നൽകിയ ആ ലൈക്ക് ഞാൻ കണ്ടു. നിങ്ങൾ എഴുതുന്ന കമൻസ് ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതൊരു വെള്ള പേപ്പറിൽ എഴുതി വെക്കുന്നുണ്ട്. ചൊവ്വാഴ്ചയിലെയും വെള്ളിയാഴ്ചയിലെയും പ്രത്യേക പൂജയിൽ, ഗുരുതി പൂജയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തും. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചിക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഗണപതി ഹോമവുമുണ്ട്. അതിലും നിങ്ങളെ പങ്കെടുപ്പിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ആദ്യം നമുക്ക് പുണർതം നക്ഷത്ര ജാതകരെ കുറിച്ചറിയാം. പുണർതം നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി ലഭിക്കും. സാമ്പത്തിക ഭദ്രതയാണ് ഇവർക്കുണ്ടാകാൻ പോകുന്ന ഏറ്റവും മികച്ച നേട്ടം. അതായത് ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും. സങ്കടങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇവർ ഒരു പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കുകയാണ് എങ്കിൽ ആ ബിസിനസ്സിലൊക്കെ വലിയ നേട്ടങ്ങൾ വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് ഈ ഒരു കാലയളവിൽ
ലഭിക്കും ഉറപ്പാണ്. വിഷുഫലവും വ്യാഴമാറ്റവും ഇവർക്ക് വളരെയേറെ അനുകൂലമാണ്. ഇവർ രക്ഷപ്പെടുന്ന സമയമാണ്. ഗൃഹകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയൊക്കെ വേണം. വളരെ അനുകൂലമായ സമയമാണ്. ഒത്തിരി സമൃദ്ധി വന്നു ചേരുന്ന സമയമാണ്. ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ്. ഇവർ പോകേണ്ടതായ ചില ക്ഷേത്രങ്ങളുണ്ട്. അത് ശിവക്ഷേത്രത്തിൽ പോകണം. അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ദേവീ ക്ഷേത്രത്തിലുമൊക്കെ ദർശനം നടത്തുക. ശിവന് ഇളനീരഭിഷേകം, കൂവളത്തുമാല ഇവയൊക്കെ ചാർത്തി പ്രാർത്ഥന നടത്തുക. അതൊക്കെ ഇവർക്ക് ഒരുപാട് നേട്ടങ്ങൾക്ക് കാരണമാകും. അതുപോലെ തന്നെ ധാര, പിൻവിളക്ക്, ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, ഗണപതിയുടെ മുന്നിൽ ഏത്തമിടൽ, ഗണപതിക്ക് ദിവസവും 21 തവണ നിങ്ങൾ ഏത്തമൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അതുപോലെ തന്നെ ഗണപതിക്ക് കറുകമാല ചാർത്തി പ്രാർത്ഥന നടത്തുക. അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങളൊക്കെ നൽകും. ശ്രീകൃഷ്ണ ഭഗവാന് വെണ്ണ, കർപ്പൂരം, കദളിപ്പഴം, അവല്, മലര്, പാൽപ്പായസം, അപ്പം, അട എന്നിവയൊക്കെ സമർപ്പിക്കുക. നിങ്ങളുടെ പൈസയ്ക്കനുസരിച്ചുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി. സകല സങ്കടങ്ങളും മാറിക്കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഈ ഒരു സമയം വളരെ അനുകൂലമാണ്. അടുത്ത നക്ഷത്രം പൂയമാണ്. പൂയം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. ഉദ്യോഗ പുരോഗതി ഉണ്ടാകും. ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് സ്ഥലമാറ്റമൊക്കെ ലഭ്യമാകും. അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ലോട്ടറി പോലുള്ള ഭാഗത്തു നിന്നൊക്കെ സമ്മാനങ്ങൾ അടിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ ജോലിയൊക്കെ കിട്ടുന്ന സമയമാണ്. വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ വീടൊക്കെ വെക്കുവാൻ കഴിയുന്ന സമയമാണ്. എല്ലാ രീതിയിലും അനുകൂലമായ ഒരു സമയമാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി വന്നു ചേരുന്നത്. പൂയം നക്ഷത്ര ജാതകർക്ക് സമൃദ്ധിയും സന്തോഷവും ഒക്കെ അലയടിക്കും. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ പോകും. ഇവർ പോകേണ്ട ക്ഷേത്രം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകണം. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി കദളിപ്പഴം നേദിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ അവൽ നിവേദ്യം, നെയ്വിളക്ക്, ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം, മുഖത്ത് വെണ്ണ ചാർത്തൽ, വെറ്റിലമാല ചാർത്തൽ, താമരപ്പൂവ് സമർപ്പണം, കദളിപ്പഴം ഇതൊക്കെ സമർപ്പിച്ച് നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും വരില്ല. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ദക്ഷിണാമൂർത്തിക്ക് കൂവളത്തില കൊണ്ട് മാല, ഭദ്രകാളിക്ക് മഞ്ഞൾ, കുരുമുളക് ഇതൊക്കെ സമർപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ ഭദ്രകാളിക്ക് ചുവന്ന പട്ട് ഇവയൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകണം. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇനി നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ്. ഭാഗ്യത്തിൻ്റെ സമയമാണ്. നേട്ടങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ധനലാഭം ഉണ്ടാകുന്ന സമയമാണ്. ഈ കോടതിയിൽ എന്തെങ്കിലുമൊക്കെ കേസൊക്കെ നടക്കുന്നവർക്ക് അനുകൂലമായ ഒരു വിധിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. എല്ലാ രീതിയിലും നിങ്ങൾക്ക് നേട്ടം വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും. ഭൂമിയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഭൂമിയൊക്കെ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും. ഉദ്യോഗത്തിൽ ഉന്നമനം, ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ ആ ജോലിയൊക്കെ ലഭ്യമാകും. അതുപോലെ തന്നെ ഭാര്യാഭർത്തൃ സുഖം, ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഒത്തിരി സുഖാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ഉത്തമ വാഹന ലബ്ധി, അതായത് ഒരു വാഹനമൊക്കെ വാങ്ങുവാനുള്ള നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. കച്ചവട മൂല്യം വർദ്ധിക്കും. അതായത് ധനലാഭം ധാരാളം നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും ഉറപ്പാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമാണ്, ഭാഗ്യമാണ്. ശബരിമല ശാസ്താവിന് നെയ്ത്തേങ്ങ സമർപ്പണം അത് നടത്തുക. അതുപോലെ തന്നെ ധർമ്മ ദൈവപ്രീതിക്ക് വിളക്ക്, മാല, പായസം, ദേവിക്ക് പട്ടുപാവാട ചാർത്തൽ, മലർ നിവേദ്യം, ശ്രീകൃഷ്ണന് കദളിപ്പഴം, വെണ്ണ, പാൽപ്പായസ നിവേദ്യം ഇതൊക്കെ നടത്തി നിങ്ങൾ മുന്നോട്ട് കുതിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. ഇനി നിങ്ങളുടെ അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും ഒക്കെ സമയമാണ്. ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ, നല്ല ഒരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പാണ്. അടുത്തത് മകൻ നക്ഷത്രമാണ്. മകൻ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് ചതിവുകൾ പറ്റുവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഏറ്റവും അധികം വിശ്വസിച്ചവരിൽ നിന്നും ചതിവുകൾ, അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി നിങ്ങൾക്കുണ്ടാകുവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. വസ്തു വാഹന ലാഭമുണ്ടാകും.
അതുപോലെ തന്നെ മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കുവാനുള്ള സാധ്യതയും നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങൾക്ക് ധനപ്രാപ്തിയൊക്കെ ഉണ്ടാകും. പക്ഷേ വിശ്വസിച്ചവരിൽ നിന്ന് പല രീതിയിലുള്ള ചതിവുകൾ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. വാക്ക് പാലിക്കാൻ കഴിയാത്ത അവസ്ഥ വരെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ കുറച്ച് നാളുകൂടി അങ്ങനെ തുടരുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ചില ദോഷപരിഹാരങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും, അതുപോലെ തന്നെ ദോഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അകലുവാൻ വേണ്ടിയിട്ട് ചില പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. വിഷ്ണുവിന് ഭാഗ്യസൂക്താർച്ചന, അതുപോലെ തന്നെ ശിവപാർവതി ക്ഷേത്രത്തിൽ ഐക്യമത്യ സൂക്തം, പുഷ്പാഞ്ജലി, അതായത് സംവാദ സൂക്തം, ഇതൊക്കെ നടത്തുക. ഗണപതിക്ക് നാളികേരം എറിഞ്ഞുടയ്ക്കൽ, കറുകമാല ചാർത്തൽ, പിതൃതർപ്പണം, ഇതൊക്കെ നടത്തി നിങ്ങൾ മുന്നോട്ട് പോകുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു മെച്ചപ്പെട്ട കാലഘട്ടം തന്നെ വന്നു ചേരും. ദോഷങ്ങളൊക്കെ അകലും, സമ്പൽ സമൃദ്ധിയിലേക്ക് പോകും. ഉയർച്ചയുടെ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ ഉയർച്ചയിലെത്തുകയും നിങ്ങളുടെ ജീവിതം ഒരുപാട് ഭദ്രതയിലെത്തുകയും ചെയ്യും. ഇഷ്ടകാര്യങ്ങളൊക്കെ നടക്കും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം പൂരമാണ്. ഉദ്ദിഷ്ടകാര്യസിദ്ധിയാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അധികം ഗുണം ചെയ്യുന്നത് ഈ വിഷുവിനും വ്യാഴമാറ്റവും നിങ്ങളുടെ കാര്യത്തിൽ. അതായത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഉയർച്ച വന്നു ചേരും. അത് നിങ്ങളുടെ ബിസിനസ്സിലായാലും, നിങ്ങൾ മറ്റേതെങ്കിലും രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തന്നെയും നിങ്ങൾക്ക് വ്യാപാരത്തിൽ ഉയർച്ച, ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ ഒക്കെ വന്നു ചേരും. ശത്രുക്കളുടെ മേൽ വിജയമുണ്ടാകും. കുടുംബത്തിൽ വിവാഹ നിശ്ചയം, ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിലൊരു വിവാഹ കാര്യമൊക്കെ നടക്കുവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതല്ലെങ്കിൽ ഒരു വീട് നിർമ്മിക്കുവാനുള്ള ഒരു യോഗം വന്നു ചേരും. കടബാധ്യതകൾ അകലും, ഉദ്യോഗ കയറ്റമുണ്ടാകും. അല്ലെങ്കിൽ ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ ആ ജോലിയൊക്കെ കിട്ടും. അതുപോലെ വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവിടെയൊക്കെ പോകുവാനുള്ള ഒരു സാധ്യത നിങ്ങളിൽ കാണുന്നുണ്ട്. എല്ലാ രീതിയിലും നേട്ടമാണ് നിങ്ങളെ സംബന്ധിച്ച് ഇനി വന്നു ചേരാൻ പോകുന്നത്. ഭാഗ്യാനുഭവങ്ങളുടെ നാളുകൾ തന്നെയാണ് വന്നു ചേരുന്നത്. ദോഷപരിഹാരമായി ചില കാര്യങ്ങൾ ചെയ്യുക. ജന്മനക്ഷത്ര നാളിൽ കറുകഹോമം നടത്തുക. അതായത് നിങ്ങളുടെ പക്കനാൾ ദിവസം നിങ്ങൾ പോയി കറുകഹോമം നടത്തുക. അയ്യപ്പ ക്ഷേത്രത്തിൽ ശയനപ്രദക്ഷിണം, സർപ്പങ്ങൾക്ക് 100 പാലും നടത്തുക. അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഗുണാനുഭവങ്ങൾ നൽകും. എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും. അതുപോലെ സർപ്പക്കാവിലൊക്കെ പുള്ളുവൻ പാട്ട് പാടിപ്പിക്കുക. അതൊക്കെ ദോഷങ്ങളൊക്കെ അകന്ന് ഒരുപാട് ഉയർച്ചയിലും ഭാഗ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. ഹനുമാന് വെറ്റിലമാല ചാർത്തൽ, അവൽ നിവേദ്യം, അക്ഷയ തൃതീയ ദിവസം ദാനങ്ങൾ നടത്തുക, ഭാഗവത പാരായണമൊക്കെ നടത്തുക. തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയും. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങൾ എത്തും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രയേറെ ഒരു നല്ല സമയത്തിലേക്കാണ് നിങ്ങൾ കടന്നെത്തിയിരിക്കുന്നത്. ജീവിതം വിജയിക്കുക തന്നെ ചെയ്യും, ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും, ഉറപ്പാണ്. രക്ഷപ്പെടുവാനുള്ള നാളുകളാണ് ഇനി നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നത്. ഭാഗ്യം ഒരുപാട് വന്നു ചേരട്ടെ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഉചിതമായ ഒരു മറുപടി തരുന്നതാണ്. നന്ദി, നമസ്കാരം.